പെരുവന്താനം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവവും ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഫുൾ A+ കരസ്ഥമാക്കിയവർക്കായി ഒരുക്കിയ പ്രതിഭാ സംഗമവും നടന്നു. സ്കൂൾ മാനേജർ റവർ ഫാദർ സോബിൻ താഴ്ത്തുവീട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗം പീരിമേഡ് MLA അഡ്വക്കേറ്റ് സിറേഖ് തോമസ് ഉദ്ഘാടനം ചെയ്തു. നല്ല സ്വപ്നങ്ങളെ പിന്തുടരുന്നവരും ലഹരിക്ക് അടിമപ്പെടാതെ ലക്ഷ്യബോധമുള്ളവരായി മാറേണ്ടവരുമാണ് വിദ്യാർത്ഥികളെന്ന് സമ്മേളനത്തിൽ MLA അഭിപ്രായപ്പെട്ടു. രണ്ട് പരിപാടി നമ്മൾ ഒരുമിച്ച് നടത്തുകയാണ്. ഒന്ന് പ്രവേശനോത്സവം, +1 നമ്മളുടെ പുതിയ കുട്ടികൾ ഇന്ന് കടന്നു വരും. രണ്ട് നമ്മൾ അനുമോദന സമ്മേളനമാണ്, പ്രതിഭാ സംഗമം. മികച്ച വിജയം നേടിയ കുട്ടികളെ നമ്മൾ ആദരിക്കുന്ന ചടങ്ങുകൂടെ രണ്ടും ഒരുമിച്ച് നമ്മൾ നടത്തും. ഞാൻ ഇവിടെ ശ്രദ്ധിച്ചപ്പോൾ നമ്മളുടെ പ്രിൻസിപ്പള് സ്വാഗതം പറയുമ്പോൾ അദ്ദേഹം വിശേഷിപ്പിച്ചത് വളരെയധികം സ്വപ്നങ്ങളോടുകൂടി നമ്മൾ +1 കടന്നു വരുന്ന കുട്ടികളാണ്. നമുക്ക് എല്ലാവർക്കും നമുക്ക് ഓരോ പുതിയ ചുവടുകൾക്കൊക്കെ നമുക്കൊരു സ്വപ്നങ്ങളുണ്ട്. സ്വപ്നങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് സ്വപ്നങ്ങളുടെ അർത്ഥം നിങ്ങൾക്കറിയാം. നമ്മളുടെ പ്രിയങ്കരനായ മുൻ രാഷ്ട്രപതി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് നമ്മൾ സ്വപ്നങ്ങൾ കാണണമെന്നല്ലേ, സ്വപ്നങ്ങൾ കണ്ട് നമ്മൾ ലക്ഷ്യം നേടണം. അപ്പം നമുക്ക് എന്താണ് നമ്മുടെ സ്വപ്നം? വളരെ ഉദാത്തമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ള സ്വപ്നമാണ് നമ്മൾ കാണുന്നത്, അല്ലേ? ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യം. നമുക്കൊരു ലക്ഷ്യം ഉണ്ടാകണം. സ്വപ്നം എന്ന് പറയുമ്പോൾ അതാണ് നമ്മുടെ സ്വപ്നം. നമ്മളൊരു ലക്ഷ്യം നമ്മൾ വെക്കുന്നു. കുട്ടികളാകുമ്പോൾ നമ്മൾ ഉയർന്ന വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ വലിയ 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 നേട്ടങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നേടിയെടുത്തുകൊണ്ട് സമൂഹത്തിൽ നമ്മളെല്ലാവരും ആദരിക്കപ്പെടുന്ന വ്യക്തികളാണ്, അല്ലേ? നമുക്ക് നല്ല സാമ്പത്തിക ചുറ്റുപാടുകൾ ഉണ്ടാകണം, നമുക്ക് നല്ല സുഖകരമായ ജീവിതം, ഭാവി ജീവിതം നമുക്കുണ്ടാകണം. ഇതൊക്കെയായിരിക്കണം നമ്മുടെ സ്വപ്നങ്ങൾ. അപ്പോൾ സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ സ്വപ്നങ്ങൾക്ക് ഒരു ലക്ഷ്യം ഉള്ള സ്വപ്നം വേണം. അപ്പം ആ സ്വപ്നം കാണാനാണ് നമ്മളോട് നമ്മുടെ മുൻ രാഷ്ട്രപതി അടക്കം നമ്മുടെ അധ്യാപകരടക്കമുള്ളവർ നമുക്ക് ഉപദേശിക്കുന്നത്. അപ്പം നമുക്ക് സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നതിന് വേണ്ടി നമുക്ക് കഠിനാധ്വാനം നമ്മൾ നടത്തണം, അല്ലേ? ഞാൻ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി നമ്മുടെ സ്കൂൾ പ്രവേശനോത്സവത്തിൽ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇതായിരുന്നു, ഞാൻ പത്രത്തിൽ വായിച്ചാൽ ലക്ഷ്യബോധം ഉണ്ടാകണം കുട്ടികൾക്ക്, അല്ലേ? അതുപോലെ തന്നെ സ്ഥിരോത്സാഹം ഉണ്ടാകണം, ചടങ്ങിൽ ഫുൾ A+ കരസ്ഥമാക്കിയ 18 വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം ഉപകാരങ്ങളും വിതരണം ചെയ്തു. യോഗത്തിൽ വാർഡ് മെമ്പർ റോസമ്മ തോമസ്, PTA പ്രസിഡന്റ് അലക്സ് തോമസ്, പ്രിൻസിപ്പൽ ജോർജ് C. ജോസഫ്, ഹെഡ് മിസ്റ്റർസ് സിസ്റ്റർ ലിബിയ FCC, ജയശ്രീ KN എന്നിവർ സംസാരിച്ചു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.